നാം ഉൾപ്പെടണം. എല്ലാ വീടുകളിലും പഴയ കാലം ഞാൻ പലർക്കും പറഞ്ഞതുപോലെ മുമ്പൊരു കാലഘട്ടത്തിൽ മുസ്ലിം വീടുകളിൽ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം പോയാൽ ദാഹിച്ച വെള്ളം കിട്ടില്ല. പുതിയാപ്പിളമാർക്ക് വരെ, നമ്മളിവിടെ പുതിയാപ്പിളാരെ വല്ലാണ്ട് ബഹുമാനിക്കുമല്ലോ, അവർക്ക് വരെ വെള്ളം കിട്ടില്ല മഗ്‌രിബിന് ശേഷം വരെ. കാരണം എല്ലാ സ്ത്രീകളും മഗ്‌രിബോടുകൂടെ നിസ്കാരപ്പായിൽ കയറി ഖുർആൻ ഓതുന്നവരോതും. ഖുർആൻ ഓതാൻ പറ്റാത്ത സ്ത്രീകളാണെങ്കിൽ മാലകളും മറ്റും ചൊല്ലും. ആ ഇശാ മഗ്‌രിബിൻ്റെ അള്ളാഹുവിൻ്റെ റസൂൽ ബഹുമാനിച്ച ആ സമയം ആ പരിശുദ്ധമായ രൂപത്തിൽ തന്നെ കൊണ്ടുവന്ന് മാലകളും ഓരോതുകളും കൊണ്ട് നിബിഡമാവും. അതിൽ നിന്ന് നമുക്കൊരു ഈമാനികമായ ഊർജം കിട്ടും. 77 ഞാൻ കുറച്ചു കാലം ഒരു വർഷം കോഴിക്കോട് CTC ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ അവിടെ ഒരു ബോർഡ് കണ്ടു, CN അഹമ്മദ് മൗലവിയുടെ പ്രഭാഷണമുണ്ടാകും. വികരമായ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികൾ അന്നും മുസ്ലിം സമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഇയാളെ പ്രസംഗം ഒന്ന് കേൾക്കാൻ ചൊല്ലി ഞാൻ ആ കുറ്റിപ്പുറ കുളത്തിൻ്റെ അവിടെ നിന്നു. അപ്പം അയാൾ കുറേ കാര്യം പറഞ്ഞിട്ട് മുസ്ലിങ്ങളുടെ അധപ്പതനം അന്ന് അയാൾ പറയാൻ കാരണം അയാൾ പറയാണ്, പഴയ കാലങ്ങളിൽ സന്ധ്യാസമയമായാൽ മുസ്ലിം വീടുകളിലൊക്കെ മഹാന്മാരുടെ ധീരകഥകളും വീരകഥകളും പാടിപ്പോയെത്തും. അതിൽ നിന്ന് ഈമാനികമായ ഒരു ഊർജം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും കിട്ടും. അന്ന് ടെലിവിഷനില്ല. ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് റേഡിയോവും ടൈപ്പ് റെക്കോർഡും സ്ഥലം പിടിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണം വിവർത്തനം ചെയ്താൽ, പരിഭാഷപ്പെടുത്താൻ അതിൻ്റെ അർത്ഥം, സന്ധ്യാസമയമായാൽ എല്ലാ വീടുകളിലും മൊയ്തീമാലയും ബദറുമാലയും മൗലൂദൊക്കെ കഴിക്കും. അതിൽ ഈമാനികമായ ഊർജം കിട്ടുമെന്നാണ് പറഞ്ഞത്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നാം ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണം. അല്ലാതെ നമുക്ക് രക്ഷയില്ല. നാം കുറേ പ്രതിഷേധങ്ങൾ വേണ്ട എന്നല്ല, വേണം. പക്ഷെ അതൊക്കെ ഭരണാധികാരികളുടെ ഹൃദയത്തിൽ ഫലിപ്പിക്കണമെങ്കിൽ അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം. ബഹുമാനപ്പെട്ട മമ്പ്രന്തങ്ങൾ കാലം മുതൽ ഇങ്ങോട്ട് കേരളത്തിലെ എല്ലാ വീടുകളിലും പള്ളികളിലും ഹദ്ദാദ് റാത്തീബ് കൊണ്ട് സദസ്സുകൾ നിബിഡമായിരുന്നു. സാമൂഹ്യമായും വ്യക്തിപരമായും കുടുംബപരമായുമുള്ള എല്ലാ നന്മക്കുമുള്ള ദുആകളായിരുന്നു ഹദ്ദാദ് റാത്തീബ് ആ അൽഫിലാം ആമൻ റസൂൽ കൊണ്ട് തുടങ്ങുന്നത്. അതെല്ലാ വീട്ടിലുണ്ടായിരുന്നു, എല്ലാ ഉസ്താദന്മാർക്കും ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊന്നും ഒരാളും ഒരു മുസ്ലിം വീടുകളിൽ തിരിഞ്ഞു നോക്കാറില്ല. മുസ്ലിങ്ങളുടെ ആധിക്യത്തെ ചൂഷണം ചെയ്യാറില്ല, ചോദ്യം ചെയ്യപ്പെടാറില്ല. ഇന്ന് സമയക്കുറവ് കാരണം സുന്നീസം പ്രസംഗിക്കുന്ന മുസ്ലിംമാർക്ക് അടക്കം എന്താണ് ഹദ്ദാദ് റാത്തീബ് എന്നിവർ അറിയാത്തൊരു കാലഘട്ടത്തിലാണ്. ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങളുടെ പറദാമർക്കഥ മഹാനവറുകൾ എവിടെ ഏത് മുസ്ലിം ലീഗിൻ്റെ ഏത് സമ്മേളനത്തിന് പോയാലും മൂപ്പരശ ഒന്നിക്കലും മഗ്‌രിബിനോടുകൂടെ അശ ജമ്മാക്കിയിട്ട് നിസ്കരിക്കുക, ദൂരെയാണെങ്കിൽ. ആ അശ നിസ്കരിച്ചാൽ മൂപ്പരാദ്യം അൽ ഫാത്തിഹ എന്ന് വിളിക്കും. എല്ലാവരും പല വിഭാഗക്കാരുണ്ടെങ്കിലും എല്ലാവരും ഹദ്ദാദ് ചൊല്ലിട്ടാണ് ഇറങ്ങുക. ചോദ്യം ചെയ്യപ്പെടാത്ത തങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ അതിൻ്റെ അടിസ്ഥാനവും അത് തന്നെയായിരുന്നു ഹദ്ദാദ് റാത്തീബ്. തങ്ങളത് അച്ചടിച്ച് അന്നക്കാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. അതുകൊണ്ട് വിനയത്തിൻ്റെ ഭാഷയിൽ പറയാനുള്ളത്, തമ്മിൽ ഉറപ്പൊന്നുമില്ലാതെ എല്ലാവരും പുഞ്ചിരി തൂകുന്ന മുഖത്തോടുകൂടെ പരസ്പരം കണ്ട് അള്ളാഹുവിലേക്ക് മുറിഞ്ഞു മുന്നോട്ട്